بسم الله والحمد لله والصلاة والسلام على رسول الله. أما بعد فنحن في التمارين من الدرس 29. ആദ്യത്തെ ചോദ്യം അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ്. ലിമ ലം യഹുജ്ജ മസ്ഊദുൻ ഹാദൽ ആം. എന്തുകൊണ്ടാണ് മസ്ഊദ് ഈ വർഷം ഹജ്ജ് ചെയ്യാത്തത്? വൽ ജവാബ് ലിഅന്നഹു കാന മരീദൻ. കാരണം അവൻ രോഗിയായതുകൊണ്ട്. والسؤال الثاني كم مرة حج المدرس. എത്ര പ്രാവശ്യമാണ് അധ്യാപകൻ ഹജ്ജ് ചെയ്തിട്ടുള്ളത്? കം മറ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം. ഹജ്ജ് എന്ന് പറയുന്നത് ഹജ്ജ് ചെയ്യുന്നുള്ളതിൻ്റെ ഫിഅലാണ്. അപ്പോൾ വൽ ജവാബ് 5 മറാത്ത്, 5 പ്രാവശ്യം. മൂന്നാമത്തേത് മിൻ ഐന ജാഅത്ത് റായിഹത്തുൽ കരീഹത്തു. എവിടെ നിന്നാണ് ദുർഗന്ധമായ മണം വന്നത്? വൽ ജവാബ് മിനൽ ഹമ്മാമി. അത് ബാത്റൂമിൽ നിന്നാണ്. നാലാമത്തേത് ലിമാദ ഖറജത്ത് റായിഹത്തു അൽ കരീഹത്തു മിനൽ ഹമ്മാം. എന്തുകൊണ്ടാണ് ഈ ദുർഗന്ധം ബാത്റൂമിൽ നിന്ന് വന്നത്? വൽ ജവാബ് لأن أحد الطلاب رمى القمامة وسد البالوعة. കാരണം ഒരു വിദ്യാർത്ഥി മാലിന്യം വേസ്റ്റ് അത് ബാത്റൂമിൽ അത് എറിഞ്ഞു. അത് കാരണം കൊണ്ട് ഡ്രെയിനേജ് ബ്ലോക്കായി. അത് ഡ്രെയിനേജ് അടച്ചത് കാരണം കൊണ്ടാണ് ഈ ദുർഗന്ധം വന്നത്. ഇനി രണ്ടാമത്തത് ഹാദിഹി അംസിലത്തുൽ ഫിഅലിൽ മുദാഅഫ്. ഇത് മുദാഅഫ് ആയിട്ടുള്ള ഫഅലുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് തദ്ഈഫ് അഥവാ അല്ലെങ്കിൽ മുദാഅഫ് എന്ന് പറയുന്ന ഇനമാണ്. എന്ന് വെച്ചാൽ 2 ഹർഫുകൾ അത് ഒരുമിച്ച് വരുന്നത്, അതിനാണ് മുദാഅഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫിഅല് ഹജ്ജ എന്നുള്ള ഫിഅലാണ്. അതിൻ്റെ അസ്ല് ഹജജ എന്നാണ്. ഹജ്ജ യഹുജ്ജു, ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. യഹുജ്ജു എന്ന് പറയുമ്പം അതിൻ്റെ അസ്ല് യഹ്ജുജു എന്നാണ്. യഹ്ജുജു. അപ്പോൾ അതേപോലെ തന്നെ മറ്റുള്ള ഫഅലുകൾ വന്ന യദുന്നു. വന്ന യദുന്നു എന്ന് പറഞ്ഞാൽ കരുതി എന്നുള്ള അർത്ഥത്തിൽ വരും, അല്ലെങ്കിൽ തോന്നി എന്നുള്ള. ജറ യജുറു, ഇത് വലിക്കുന്നതിനാണ് ജറ യജുറു എന്ന് പറയാം, വലിച്ചിടുക എന്നൊക്കെ പോലെ. മറ യമുറു എന്ന് പറഞ്ഞാൽ അത് ഒരു മറ യമുറു എന്ന് പറയുമ്പം ഒരു സ്ഥലത്ത് കടന്നു പോകുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയാം. അധ്യാപകനെ കടന്നുപോയി എന്നൊക്കെയുള്ള രീതിയിൽ. അദ്ദ യഉദ്ദു എന്ന് പറഞ്ഞാൽ എണ്ണുന്നതിന്. സബ്ബ യസുബ്ബു എന്ന് പറഞ്ഞാൽ മോശമായി സംസാരിക്കുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക എന്നതിനൊക്കെ സബ്ബ യസുബ്ബു എന്ന് പറയാം. ശപിക്കുക, അതിനൊക്കെ സബ്ബ യസുബ്ബു എന്ന് പറയാം. റദ്ദ യറുദ്ദു എന്ന് പറഞ്ഞാൽ അത് ഒരു മറുപടി കൊടുക്കുന്നതിന് പറയാം. സബ്ബ യസുബ്ബു എന്നുള്ളത് ഒഴിക്കുന്നതിന്, വെള്ളം എന്നുള്ളതൊക്കെ ഒഴിക്കുന്നതിന് സബ്ബ യസുബ്ബു എന്ന് പറയും. സദ്ദ യസുദ്ദു പറഞ്ഞാൽ അടക്കുന്നതിനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നതിന് സദ്ദ യസുദ്ദു എന്ന് പറയും. അടുത്ത ഫഅലുകൾ ഷമ്മ യഷുമ്മു എന്ന് പറഞ്ഞാൽ ഇത് മണക്കുന്നതിന്. മസ്സ യമസ്സു, അത് തൊടുന്നതിന്. ഷമ്മ യഷമ്മു എന്നുണ്ട്, യഷുമ്മു എന്നും ഉണ്ട്. ഷമ്മയുടെ അസ്ല് ഷമീമ എന്നാണ്. അതിൻ്റെ അസ്ല് യഷമ്മു എന്നുള്ളതിൻ്റെ അസ്ല് യഷ്മമു എന്നാണ്. അതേപോലെ തന്നെ മസ്സയും. ഇനി മൂന്നാമത്തത് ഇഖ്റ മാ യലി. ഹജ്ജ അഖി ഖബ്ല 3 അഅവാമിൻ വഅന ഹജ്ജതു ഹാദൽ ആം. എൻ്റെ സഹോദരൻ 3 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജ് ചെയ്തു, ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹജ്ജ എന്നുള്ള ഫീൽ അതിൻ്റെ അസ്ലിൽ ഹജ്ജ എന്നാണ്. അത് അന എന്നുള്ള ദമീറിൻ്റെ കൂടെ വരുമ്പോൾ അതിൻ്റെ നമ്മൾ അത് തഫ്കീക്ക്, അത് ആ ഒരു ശബ്ദമുള്ളത് അത് നമ്മൾ എടുത്തു മാറ്റും. അപ്പം ഹജജ്തു എന്നായി മാറും. കാരണം ഇവിടെ ഹജ്ജത്തു എന്ന് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഹജജ്തു എന്ന് പറയും. ഹുവ സബ്ബനി വലാകിന്നനി മാ സബബ്തുഹു. അവൻ എന്നെ ചീത്ത വിളിച്ചു, പക്ഷെ ഞാൻ അവനെ ചീത്ത വിളിച്ചില്ല. അദുന്നുക താലിബൻ. നീ ഒരു വിദ്യാർത്ഥിയാണെന്ന് ഞാൻ കരുതുന്നു. അസുബ്ബു ലക മസീദൻ മിന അശ്ശായി യാ സയ്യിദി. ല ശുക്രൻ. നിങ്ങൾക്ക് കൂടുതൽ ചായ ഞാൻ ഒഴിച്ചു തരട്ടെ സർ? വേണ്ട, നന്ദി. അവിടെ അസുബ്ബു എന്നുള്ളത് സബ്ബ യസുബ്ബു എന്നുള്ള ഫിഅലാണ്. അടുത്തത് അഞ്ചാമത്തത് ലിമ തജുറീന ثൗബ ഫി തുറാബി യാ ഫാത്തിമതു. എന്തിനാണ് നീ സൗബ് മണ്ണിൽ വലിച്ചിടുന്നത് ഓ ഫാത്തിമ? സൗബ് എന്ന് പറയുമ്പോൾ വസ്ത്രം അല്ലെങ്കിൽ ഒരു ഗാർമെന്റ്, അതിനും സൗബ് എന്ന് പറയും. ഇത് സുആദിനാണ്. അതുകൊണ്ട് അഅദത്തി ഹാദിഹി റിയാലാതി യാ സുആദു
നീ ഈ റിയാലുകൾ എണ്ണിയോ ഓ സുആദ്? നഅം അദത്തുഹ, അതെ ഞാൻ അവ എണ്ണി. ഹിയ മിഅതു റിയാൽ, അത് 100 റിയാലാണ്. അപ്പം അദ്ദ എന്നുള്ള ഫിഅലാണ് ഇവിടെ, അത് അഅദത്തി എന്നായി മാറും. ലമ്മ ദഖൽതു അൽ ബൈത ശമിംതു റായിഹതൻ തയ്യിബതൻ. ലമ്മ ദഖൽതുൽ ബൈത, ഞാൻ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ശമിംതു റായിഹതൻ തയ്യിബതൻ, നല്ലൊരു വാസന എനിക്ക് മണത്തു. ഷമിംതു, ഷമ്മ എന്നുള്ള ഫിഅലാണ്. യമുറുൽ മുദീറു അലൽ ഫുസൂലി കുല്ല സബാഹിൻ. യമുറു എന്ന് പറയുമ്പോൾ മറ യമുറു എന്നുള്ള ഫിഅലാണ്, അതിൻ്റെ അർത്ഥം കടന്നു പോവുക. അപ്പം മുദീർ പ്രിൻസിപ്പൾ ക്ലാസ് മുറിയിലൂടെ കടന്നു പോവാറുണ്ട്. കുല്ല സബാഹ്, എല്ലാ രാവിലെയും. നാലാമത്തത് അസ്നിദ് അൽ അഫ്ആൽ അൽ ആതിയത ഇലൽ മുതകല്ലിമി കമാ ഹുവ മുവദ്ദഹുൻ ഫിൽ മിസാലി. ഉദാഹരണങ്ങൾ കാണിച്ചതുപോലെ മുത്തക്കല്ലിം ആയിട്ടുള്ള ദമീറിൻ്റെ കൂടെ ഈ അഫ്ആലുകളെ ചേർക്കാനാണ്. മുത്തക്കല്ലിം എന്ന് പറയുമ്പോൾ അന എന്നുള്ള അന നഹ്നു അതിൽ ഉൾപ്പെടും. ഇവിടെ ഉദ്ദേശിക്കുന്നത് അനയാണ്. ഹാമിദുൻ വന്ന, ഹാമിദ് കരുതി. അന വനന്തു, ഞാൻ കരുതി. അതേപോലെ തന്നെ ഹാമിദുൻ മറ, ഹാമിദ് കടന്നുപോയി. അപ്പോൾ ഇവിടെ അന മറർത്തു എന്നായി മാറും. വന്ന വനന്തു, മറ മറർത്തു. ഹാമിദുൻ ഹജ്ജ, ഹാമിദ് ഹജ്ജ് ചെയ്തു. വഅന ഹജജ്തു, ഞാൻ ഹജ്ജ് ചെയ്തു. ഹാമിദുൻ സബ്ബ, ഹാമിദ് ചീത്ത പറഞ്ഞു. വഅന സബബ്തു, ഞാൻ ചീത്ത പറഞ്ഞു. ഹാമിദുൻ സബ്ബ, ഇനി സബ്ബ എന്ന് മാറി സബ്ബ. സബ്ബ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു. വഅന സബബ്തു, ഞാൻ ഒഴിച്ചു. ഹാമിദുൻ അദ്ദ, ഹാമിദ് എണ്ണി. വഅന അദദ്തു, ഞാൻ എണ്ണി. ഹാമിദുൻ ജറ, ജറ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം വലിച്ചിടുക. വഅന ജറർതു. ഹാമിദുൻ റദ്ദ, അന റദത്തു. റദ്ദ എന്ന് പറയുമ്പം മറുപടി പറയുക. ഹാമിദുൻ ഷമ്മ, വഅന ഷമംതു. ഷമംതു എന്ന് പറയുമ്പം മണക്കുക. ഹാമിദുൻ മസ്സ, വഅന മസസ്തു. മസ്സ എന്ന് പറഞ്ഞാൽ തൊടുക. അഞ്ചാമത്തെ തഅമ്മൽ അൽ മിസാൽ ثم صغ الامر من الافعال الاتيه. ഈ ഉദാഹരണങ്ങളെ ശ്രദ്ധിച്ചിട്ട് അതേപോലെ തന്നെ ഈ ഉള്ള അഫ്ആലുകളെ അഫ്ആൽ അമ്രിലോട്ട് മാറ്റാനാണ്. ഇവിടെ മുദായിയാണ് കൊടുത്തുള്ളത്, അത് അമ്രിലോട്ട് മാറ്റണം. ഇദൻ ഹുന അൻത തജുറു എന്ന് പറയുന്നു, അത് തജുറു. നോക്കൂ, തജുറു എന്താണ് ഇതിൻ്റെ അസ്ല്? അപ്പോൾ അത് ജുർ എന്നായി മാറും അതിൻ്റെ അമ്ർ. എന്ന് വെച്ചാൽ 2 റാ സുക്കൂനുണ്ട്. അങ്ങനെ 2 സുക്കൂൻ ഒരുമിച്ച് വരാത്തത് കൊണ്ട് അതിനെ ഫത്ഹയാക്കുന്നു, ജുറ. ലിഅന്ന അസ്സുക്കൂൻ യാനി ലാ യൽതഖി സാകിന, 2 സുക്കൂൻ ഒരുമിച്ച് വരാൻ പാടില്ലാത്തതുകൊണ്ട്. അതേപോലെ തന്നെ തമുറു എന്നുള്ള എന്തായി മാറും? മുറ എന്നായി മാറും. മുർ 2 റാ ആയിട്ടാണ് വരിക, 2 റാ സുക്കൂൻ, അത് മുറ എന്നായി മാറും. തമുറു മുറ. തമുറു പറഞ്ഞാൽ കടന്നു പോകുക എന്നുള്ള. തഹുജ്ജു, ഹജ്ജ് ചെയ്യുക എന്നുള്ള ഫിഅല് ഹുജ്ജ, ഒരാളോട് കൽപ്പിക്കുകയാണ് ഈ ഹജ്ജ് ചെയ്യൂ എന്നുള്ളത് ഹുജ്ജ എന്ന് പറയും. തസുബ്ബു, ഒഴിക്കുക, അതിനെ സുബ്ബ എന്ന് പറയും. ഒഴിക്കൂ, ഒരാളോട് കാപ്പി ഒഴിക്കണമെങ്കിൽ സുബ്ബൽ ഖഹ്വ എന്ന് പറയും. തശമ്മു എന്ന് പറഞ്ഞാൽ മണക്കുക, അപ്പം ഷമ്മ എന്ന് പറയും. ഷമ്മ ഹാദിൽ വർദ മസലൻ, ഈ ഒരു പൂ മണക്കൂ. തറുദ്ദു എന്ന് പറഞ്ഞാൽ ഉത്തരം പറയുക. റുദ്ദ, റുദ്ദ ഇലൈ, എനിക്ക് ഉത്തരം പറയും എന്നുള്ളത്. തദുന്നു, കരുതുക. ദുന്ന. തഉദ്ദു, എണ്ണുക. അപ്പം ഒരാൾ എണ്ണാൻ പറയുമ്പോൾ ഉദ്ദ, ഉദ്ദ ഹാദി നുഖൂദ്, ഈ പണം എണ്ണു. തമസ്സു എന്ന് വെച്ചാൽ തൊടുക, അപ്പം മസ്സ എന്ന് പറയും. അടുത്തത് ആറാമത്തത് ചോദ്യം ഇവിടെ ഇഖ്റ മാ യലി. അപ്പോൾ ഇത് അഫ്ആൽ അംർ ഉള്ള അതിലുള്ള ജുംലകളാണ്. ജുറ ഹാദൽ മക്തബ്, ജുറ എന്ന് പറയുമ്പോൾ വലിക്കുക എന്നാണ്. അപ്പം ഈ ഒരു മേശ വലിച്ചിടും. രണ്ടാമത് സുബ്ബൽ ഖഹ്വത ലിദ്ദുയൂഫ് എന്ന് പറഞ്ഞാൽ സുബ്ബ എന്ന് പറയുമ്പം ഒഴിക്കുക, അപ്പം കാപ്പി അതിഥികൾക്ക് വേണ്ടി ഒഴിക്കുക. ഉദ്ദ ഹാദിഹിൽ കുതുബ, ഈ പുസ്തകങ്ങൾ എണ്ണുക. ഷമ്മ ഹാദി സഹ്റത, ഈ ഒരു പൂവ് മണക്കുക. ഏഴാമത്തത് തഅമ്മൽ മാ യലി യഹുജ്ജു ലം യഹുജ്ജ് എന്ന് വെച്ചാൽ ലം യഹ്ജുജ്, അപ്പോൾ അത് ലം യഹുജ്ജ എന്നായി മാറും. എന്ന് വെച്ചാൽ ഇവിടെ യഹുജ്ജു എന്നുള്ള ഫിഅൽ അതിൻ്റെ
അതിനെ ജാസിമാക്കുമ്പോൾ, മജ്സൂമാക്കുമ്പോൾ, ജാസിമായിട്ടുള്ള ലം എന്നുള്ള ഒരു അദാത്തിനെ കൊണ്ടുവരുമ്പോൾ അത് ലം യഹുജ് എന്നായി മാറും. സുക്കൂന് ഇവിടുത്തെ ഈ ദൊമ്മ സുക്കൂനായി മാറുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2 സുക്കൂനുള്ള ജീമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ ഇവിടെ ദൊമ്മ ഉണ്ടാകുമ്പോൾ ഒരു സുക്കൂനും ഒരു ദൊമ്മയാണ്. പക്ഷേ ഇവിടെ ശബ്ദ വെച്ച് സുക്കൂൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം 2 സുക്കൂൻ ഉണ്ടെന്നാണ്. അത് പാടില്ല. കാരണം 2 സുക്കൂൻ ഒരുമിച്ച് വരാൻ പാടില്ല എന്നുള്ള നിയമമുള്ളത് കൊണ്ട് അതിനെ ഫത്തയാക്കും. ലം യഹുജ്ജ. അപ്പോൾ അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല എന്ന അർത്ഥമായി മാറും. അതേപോലെ തജുറു ലാ തജുർ, ഇത് എന്താ നീ വരിക്കരുത് എന്നുള്ള രീതിയിലാണ്. അപ്പം തജ്റുർ, തജ് ഇവിടെ തജ് തജു 2 റോ സുക്കൂൻ, അത് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ ഫത്തയാക്കും. അപ്പോൾ ലാ തജുറ എന്നായി മാറും. ലാ തജുറ. ഇനി 8ാമത്തത് ഇതനുസരിച്ച് ഉത്തരം പറയണം. അജിബ് അനിൽ അസ്ഇലത്തിൽ ബിന്നഫി സതഅമല ലം. طيب, അപ്പം ലം വെച്ച് ഉത്തരം പറയാനാണ്. അഹജ്ജത ലാ ലം അഹുജ്ജ, നീ ഹജ്ജ് ചെയ്തോ? ഇല്ല, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇത് ബിൻതിനോടാണ്. അപ്പം അഅദത്തി ഹാദിഹിൽ കുതുബ യാ ബിൻതി, ഈ പുസ്തകങ്ങൾ നീ എണ്ണിയോ ഓ കുട്ടി, പെൺകുട്ടി. അപ്പോൾ ലാ ലം അഉദ്ദ എന്ന് ഉത്തരം പറഞ്ഞു. അസബബ്ത ജമീലക ഹാദാ യാ അലിയു, നീ നിന്റെ ഈ സഹപാഠിയെ നീ ചീത്ത പറഞ്ഞോ ഓ അലി? ലാ ലം അസുബ്ബഹു എന്ന് പറയും. ലാ ലം അസുബ്ബഹു, ഹു എന്നുള്ളത് ജമീലിനെ പറ്റിയിട്ടാണ്. അമർ അൽ മുദീറു അലൽ ഫുസൂലി, പ്രിൻസിപ്പള് ക്ലാസ് മുറിയിൽ കടന്നുപോയോ? ലാ ലം യമുറ, ഇല്ല, അവർ പോയിട്ടില്ല. അസബബ്ത അൽ മാ അല്ലദീ കാന ഫിൽ കൂബി, കപ്പിലുണ്ടായിരുന്ന വെള്ളം നീ ഒഴിച്ചോ? ലാ ലം അസുബ്ബഹു എന്ന് പറയും. അസുബ്ബഹു. അശമിംത റായിഹതൻ കരീഹതൻ ഇൻദമാ ഫതഹ്ത അൽ ബാബ്, നീ വാതിൽ തുറന്നപ്പോൾ ഒരു ദുർഗന്ധം നിനക്ക് മണത്തോ? ലാ ലം അശമ്മഹു എന്ന് പറയും. ലാ ലം അശമ്മ എന്ന് പറയാം. ഇനി അടുത്ത് ലാ അന്നാഹിയ, ഈ അഫ്ആലുകൾ ചേർക്കാനാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, തസുബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒഴിക്കുക എന്നർത്ഥം. ലാ തസുബ്ബലി മസീദൻ മിനൽ ഖഹ്വ, എനിക്ക് കൂടുതൽ കാപ്പി ഒഴിക്കരുത്. തദുന്ന എന്ന് പറഞ്ഞാൽ കരുതുക, വിചാരിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പം ലാ തദുന്ന അന്നൽ ഇംതിഹാന സയകൂനു സഹലൻ, എക്സാം എളുപ്പമാവുന്ന നീ വിചാരിക്കേണ്ടതാണ്. തസുബ്ബു എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുക. അപ്പോൾ ലാ തസുബ്ബ അഖാക്കൽ മുസ്ലിമ, നിന്റെ മുസ്ലിമായ സഹോദരനെ നീ ചീത്ത വിളിക്കരുത്. അടുത്തത് 4ാമത്തത് ഇത് തഉദ്ദു എന്നുള്ള. അപ്പം ലാ തഉദ്ദ ഹാദിഹി റിയാലാത്തി, ഈ റിയാലുകൾ എണ്ണരുത്. തമുറു എന്ന് പറഞ്ഞാൽ കടന്നു പോവുക. അപ്പം ലാ തമുറ ബൈന യദൈൽ മുസല്ലി, നിസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിൽ കടന്നു പോകരുത്. തജുറു എന്ന് പറഞ്ഞാൽ വലിക്കുക. അപ്പം ലാ തജുറ സബൂറത മിൻ മക്കാനിഹ, ബോർഡിനെ അതിൻ്റെ സ്ഥലത്ത് നിന്ന് അത് വലിക്കരുത്. അടുത്തത് അദ്ദ എന്നുള്ള ഫിഅലിനെ ഇസ്നാദ്, അദ്ദ ഇല ദുമായർ. അദ്ദ എന്ന ഫിഅൽ അതിൻ്റെ ദുമായറിൻ്റെ കൂടെ ഇസ്നാദ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഹാമിദുൻ അദ്ദ, ഇത് ഹുവ എന്നുള്ള ദമീറാണ്. അൽ ഔലാദു അദ്ദു, ഇത് ഹും എന്നുള്ള. അപ്പം ഹും അദ്ദു എന്നുള്ള രീതിയിൽ പറയാം. ആമിനത്തു അദ്ദത്ത്, ഇത് ഹിയ അദ്ദത്ത് എന്നുള്ള ദമീറാണ്. അൽ ബനാത്തു അദദ്ന എന്ന് പറയും, എന്ന് വെച്ചാൽ ഹുന്ന അദദ്ന. ഇങ്ങനെയാണ് അദ്ദത്ത് എന്നുള്ളതിൻ്റെ നൂൻ നിസ്വത്തിൽ ചേർത്ത് വന്നാൽ പറയുക, അദദ്ന. അപ്പം തദ്ഈഫൊക്കെ മാറ്റിയിട്ടാണ് പറയുന്നത്. അൻത അദദ്ത, അൻതും അദദ്തും, അൻതി അദദ്തി, അൻതുന്ന അദദ്തുന്ന, അന അദദ്തു വനഹ്നു അദദ്ന. ഇതൊക്കെ സിമ്പിളാണ്. ഇതെല്ലാം ഈ തദ്ഈഫ് മാറ്റിയിട്ടാണ് പറയുന്നത്. ഇനി യഉദ്ദു എന്നുള്ളത് മുദാരിയാണെങ്കിൽ ഹാമിദുൻ യഉദ്ദു വൽ ഔലാദു യഉദ്ദൂന, ആമിനത്തു തഉദ്ദു, അൽ ബനാത്തു യഅദുദ്ന എന്ന് പറയും. ഹുന്ന എന്നുള്ളതിന് യഅദുദ്ന. അൻത തഉദ്ദു വ അൻതും തഉദ്ദൂന, അൻതി തഉദ്ദീന, അൻതുന്ന തഅദുദ്ന, തഅദുദ്ന, അന അഉദ്ദു വനഹ്നു നഉദ്ദു വഹകദ. 12ാമത്തത് ഇസ്നാദ് ഫിഅൽ അംർ മിൻ അദ്ദ ഇല ദമായിർ. ഇത് അദ്ദ എന്നുള്ളത് ഇതെന്താണ്? അഫൻ ഉദ്ദ, അദ്ദ യഉദ്ദു ഉദ്ദ എന്ന് പറയും. ഉദ്ദ എന്നുള്ള ഫിഅൽ അംർ അതിൻ്റെ ദമായിറിലൂടെ ഇസ്നാദ് ചെയ്യണം. അപ്പോൾ ഉദ്ദ യാ ഹാമിദു, എണ്ണു യാ ഹാമിദ്. അത് ജമാക്കുമ്പോൾ ഉദ്ദു യാ ഔലാദു, ഔലാദിനോട് എണ്ണാൻ പറയുകയാണ്.
ഉദ്ദി യാ ആമിനത്തു, അതേപോലത്തെ ഉദ്ദുന യാ ബനാത്തു, ജമ്മാകുമ്പോൾ ഉദ്ദുന എന്ന് പറയും. ഇനി അടുത്തത് 13ാമത്തത് തഅമ്മൽ ഇസ്തിഅമാൽ അൽ കലിമതൈനി ഖത്തു വ അബദ. ഖത്തു അബദൻ എന്നുള്ള രണ്ട് വാക്കുകൾ അതിൻ്റെ ഇസ്തിഅമാലാത്ത്, അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ സാധാരണ ഖത്തു എന്നുള്ളത് മാദിയായിട്ടുള്ള പാസ്റ്റായ രീതിയിൽ ഉപയോഗിക്കും. അബദ എന്ന് പറയുമ്പോൾ സാധാരണ ഫ്യൂച്ചറിനാണ് ഉപയോഗിക്കാറ്. മാ ഫഅൽതു ഹാദാ ഖത്തു, ഞാനിത് ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പറയുന്നതിനാണ്, ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനാണ് എന്ത് ഖത്തു എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അടുത്തത് ലം ആകുൽ തആമൻ ലദീദൻ മിസ്ല ഹാദാ ഖത്തു. ലം ആകുൽ തആമൻ ലദീദൻ മിസ്ല ഹാദാ ഖത്തു. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതുപോലെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണം ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കഴിച്ചിട്ടില്ല. ലം ആകുൽ തആമൻ ലദീദ, തആമൻ ലദീദ പറഞ്ഞാൽ രുചിയുള്ള ഭക്ഷണം, മിസ്ല ഹാദ ഇതേപോലുള്ള ഖത്തു. ലം അത്രുക് അസ്സലാത ഖത്തു വലൻ അത്രുകഹാ അബദൻ. അപ്പോൾ ഇവിടെ ലം അത്രുക് അസ്സലാ, ഞാൻ മുമ്പ് ഒരിക്കലും നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഖത്തു എന്ന് പറയുമ്പോൾ ഒരിക്കലും. വലൻ അത്രുകഹാ അബദൻ, ഇനി അബദൻ എന്നുള്ളത് ഫ്യൂച്ചറാണ്, ഇനി അത് ഒഴിവാക്കുകയും ഇല്ല. ലം അസ്മഅ കലാമൻ മിസ്ല ഹാദാ ഖത്തു, ഇതുപോലെയുള്ളൊരു സംസാരം ഞാൻ മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ല. കലാമൻ മിസ്ല ഹാദാ. കൈഫ തഖൂലു ഇന്നക റഅയ്തനി ഫിൽ ഹിന്ദി, ഞാൻ കൈഫ തഖൂലു ഇന്നക റഅയ്തനി, എന്നെ നീ ഇന്ത്യയിൽ നിന്ന് വെച്ച് കണ്ടെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അനമാ ദഹബ്തു ഇലൽ ഹിന്ദി ഖത്തു, ഞാൻ ഒരിക്കലും ഇന്ത്യയിൽ പോയിട്ടില്ല. അത് ഖത്തു ഖാസും ബിൽ മാദി, അത് മാദിക്കാണ് സ്പെഷ്യലായിട്ട്. വ അബദൻ ഖാസും ബിൽ മുസ്തഖ്ബൽ, അബദൻ എന്നുള്ളത് ഫ്യൂച്ചറിനാണ് ഉപയോഗിക്കാറ്. ഇനി 16ാമത്തത് തഅമ്മൽ മയലി. ഇനി അടുത്തത് ലയ്യിൻ എന്നുള്ള വാക്ക്, അതിൻ്റെ ഇസ്മു തഫ്ദീൽ എന്ന് പറയുന്നത് എന്താണ്? അല്യൻ എന്നാണ്. ലയ്യിൻ എന്നുള്ളതിൻ്റെ ഇസ്മു തഫ്ദീൽ അല്യൻ. അപ്പോൾ ലയ്യിൻ എന്ന് പറഞ്ഞാൽ മൃദുലമുള്ള എന്നുള്ള അർത്ഥം, സോഫ്റ്റ് ആയിട്ടുള്ള അതിനൊക്കെയാണ് ലയ്യിൻ എന്ന് പറയുന്നത്. അല്യൻ എന്ന് പറഞ്ഞാൽ അതിലും ഏറ്റവും മൃദുലമുള്ള, ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് വരിക. പിന്നെ അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഹാദൽ ഹരീറു ലയ്യിനു. സോ ഹാദൽ ഹരീറു ലയ്യൻ, ഹരീർ എന്ന് പറയുമ്പോൾ പട്ട്, ഈ പട്ട് മൃദുലമുള്ളതാണ്. വദാലിക അല്യനു മിൻ ഹാദ, എന്നാൽ അത് ഇതിനേക്കാളും കൂടുതൽ എന്താണ്? മൃദുവായതാണ്, അല്ലെങ്കിൽ മൃദുലമുള്ളതാണ്. തയ്യിബുൻ എന്ന് പറഞ്ഞാൽ നല്ലത്, അതിന് ഇസ്മു തഫ്ദീൽ എന്താണ്? അത്യബു, ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം ഹാദ തആമു തയ്യിബുൻ, ഇവിടെ തയ്യിബ് ഉദ്ദേശിക്കുന്നത് നല്ലത് അല്ലെങ്കിൽ രുചിയുള്ളത് നല്ല രീതിയിലാവാം. അപ്പം ഈ ഭക്ഷണം നല്ല രുചിയുള്ളതാണ്, നല്ലതാണ്. വദാലിക അത്യബു, അത് ഇതിനേക്കാളും നല്ലതാണ്. ഇനി ഈ പാഠത്തെ കലിമാത്തുൽ ജദീദ, പുതിയ വാക്കുകൾ. ആദ്യത്തെ വാക്ക് മറത്തുൻ വമറാത്തുൻ. മറ എന്ന് പറഞ്ഞാൽ ഒരു തവണ, അപ്പം ഒരു പ്രാവശ്യം. പിന്നെ മറാത്ത് പറയുമ്പം കുറേ പ്രാവശ്യം അല്ലെങ്കിൽ പല തവണ. അടുത്തത് ദീബാജ്. ദീബാജ് എന്ന് പറയുന്നത് അതൊരു നൗഅ മിനൽ ഹരീർ, ഒരു പട്ടിൻ്റെ ഇനമാണ്, ഒരു തരം പട്ടാണ്. അടുത്തത് നുസ്ഖത്തുൻ. നുസ്ഖ എന്ന് പറയുമ്പോൾ കോപ്പി, അതിൻ്റെ ജമ്മാണ് നുസഖുൻ. പിന്നുള്ളത് കഫുൻ, ജമു അക്കുഫ്, അത് ഉള്ളംകൈ, അതിനാണ് കഫ് എന്ന് പറയുക, ഇംഗ്ലീഷിൽ പാം എന്ന് പറയും. റായിഹത്തുൻ, റായിഹ എന്ന് പറഞ്ഞാൽ മണം. പിന്നെ അടുത്തത് ഉള്ളത് ഹുനൈഹത്തുൻ. ഹുനൈഹത്തുൻ എന്ന് പറയുമ്പം അത് ഒരു കുറച്ച് സമയത്തിനാണ് ഹുനൈഹ എന്ന് പറയുക, ബാദ ഹുനൈഹ എന്ന് പറയുന്ന പോലെ. പിന്നെ മസീദുൻ, കൂടുതലാണ് മസീദുൻ. കരീഹുൻ, കരീഹ് എന്ന് പറയുമ്പം ഒരു വെറുക്കപ്പെട്ട എന്നുള്ള അർത്ഥത്തിലാണ്, പക്ഷേ ഈ പടത്തിൽ ദുർഗന്ധമായിട്ടുള്ള മരണത്തിനാണ് കരിഹ്, യറ കരിഹ എന്നുള്ള രീതിയിൽ. അടുത്തത് ബാലുവ. ബാലുവ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ്. പിന്നെ ഗാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ,
അശ്രദ്ധനായ ഒരാൾക്കാണ് ഗാഫിൽ എന്ന് പറയുമ്പോൾ. ഗഫ്ല എന്നുള്ളതാണ് വരുന്നത് ഗാഫിൽ. ലയ്യിൻ എന്ന് പറയുമ്പം മൃദുലമായത്. തയ്യിബുൻ എന്ന് പറയുമ്പോൾ നല്ലത്. പിന്നെ ദഫഅ യദ്ഫഉ, അതിന് തള്ളുന്നതിനാണ് ദഫഅ യദ്ഫഉ എന്ന് പറയുന്നത്. മരിദ യംറദു, രോഗിയാവുന്നതിന്, അസുഖം വരുന്നതിനൊക്കെ മരിദ യംറദു. പിന്നെ ഹസിന യഹ്സനു എന്ന് പറയുന്നത് ദുഃഖിക്കുന്നതിന്. അത് കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ ഒരു ചാർട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് അക്സാമുൽ ഫിഅലാണ്, ഫിഅലിൻ്റെ അക്സാമ്. അവിടെ മാദി, മുദാരി മർഫൂ എടുത്തിട്ടുണ്ട്, മുദാരി മൻസൂബ്, മുദാരി മജ്സൂം, പിന്നെ അമ്ര. അപ്പോൾ ഫാലുകൾ സാലിം, മഹ്മൂസ്, മുദഅഫ്, മിസാൽ, അജ്വഫ്, നാഖിസ്, ലഫീഫ്, മഖ്റൂൻ, ലഫീഫ്, മഫ്റൂഖ് എന്നുള്ള രീതിയിൽ വേർതിരിക്കാം. ഈ ഒരു ഇൽമിന് ഇൽമു സർഫാണ് പറയുക. ഇത് ഇൽമു സർഫിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാലിം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സാലിം എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലിൻ്റെ ഒരു ഹർഫിൽ ഇല്ല വരാത്ത ഒരു ഫിഅലാണ്. എന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, ഹർഫിൽ ഇല്ല എന്ന് പറയുമ്പം വാവ്, അലിഫ്, യാ, വായ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാം. കതബ, അതിൽ ഒരു വാവോ അലിഫോ യാവോ ഇല്ല. അപ്പം അതിന് മുദാരി മർഫൂ യക്തുബു, മുദാരി മൻസൂബ് ലൻ യക്തുബ, അതിൽ അസ്ലാണ് ഫത്ഹ വെച്ച് അവസാനിക്കുന്നത്. അതേപോലെ തന്നെ മജ്സൂം ലം യക്തുബ്, അമ്രാണെങ്കിൽ ഉക്തുബ്. ഇനി മഹ്മൂസ് എന്ന് പറഞ്ഞാൽ ഹംസ വെച്ച് വരുന്ന അഫാലുകൾ. അത് ഒന്നുകിൽ ആദ്യം വരാം, അല്ലെങ്കിൽ അതിന് മിഡിൽ വരാം, അല്ലെങ്കിൽ അവസാനം വരാം. അപ്പോൾ ആദ്യം വരുന്ന ഒരു ഫിഅലാണ് അക്കല. മുദാരി ആണെങ്കിൽ യഅ്കുലു, മുദാരി മൻസൂബ് ലൻ യഅ്കുല, അൽ മജ്സൂം ലം യഅ്കുൽ, വൽ അംറു കുൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി അതിൻ്റെ മിഡിലായിട്ട് വരുന്നത് സഅല, യസ്അലു, ലൻ യസ്അല, ലം യസ്അൽ, ഇസ്അൽ. പിന്നെ സൽ എന്നും പറയാൻ പറ്റും. ഖറഅ, ഇത് അവസാനമായിട്ടുള്ള ഹംസ. ഖറഅ യഖറഉ, ലൻ യഖറഅ, ലം യഖറ, യഖറ. ഇനി മുദഅഫ്. മുദഅഫ് എന്ന് പറയുമ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച പോലെ രണ്ട് ഹർഫ് ഒന്നായി വരുന്നതാണ്. അദ്ദ, അവിടെ രണ്ട് ദാലുണ്ട്. അദ്ദ യഉദ്ദു, ലൻ യഉദ്ദ, ലം യഉദ്ദ, ഉദ്ദ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം നമ്മൾ ഫത്ഹ കൊടുക്കുന്നുണ്ട് ശ്രദ്ധയുടെ മുകളിൽ. അത് മൻസൂബിലും മജ്സൂമിലും അമ്രിലും അങ്ങനെ തന്നെയാണ്. ഇനി വേറൊരു മുദാരിയുടെ മാറ്റത്തിൽ വരുന്നത് കാരണം കൊണ്ട് അടുത്തത് ഷമ്മ യഷമ്മു. അടുത്തത് അദ്ദ യഉദ്ദു എന്നാണ്, ദമ്മയാണ് മിഡിൽ, ഇവിടെ ഫത്ഹ. ലൻ യഷമ്മ, ലം യഷമ്മ, ഷമ്മ. ഇനി ജദ്ദ യജിദ്ദു, കസ്റയാണ്. ലൻ യജിദ്ദ, ലം യജിദ്ദ, വജിദ്ദ. ഇനി മുഅത്തലുൽ ഫാ അഥവാ മിസാൽ എന്ന് വെച്ചാൽ ആദ്യത്തെ ഹർഫ് അല്ലെങ്കിൽ ഫാഉൽ കലിമ എന്ന് പറയുന്ന ആദ്യത്തെ ഹർഫ്, അത് ഹർഫിലായി വരുന്നത്. മസലൻ വഖഫ, അതിന് മുദാരി യഖിഫു എന്നാണ്. യൗഖിഫു എന്നുള്ളത് വാവിനെ ഹദ്ഫ് ചെയ്തതിനെ കളഞ്ഞിട്ടാണ് യഖിഫു എന്നാവുന്നത്. ലൻ യഖിഫ വലം യഖിഫ്, ഖിഫ് എന്നുള്ളതാണ് അമ്ര. ഇനി ഇവിടെ വരുന്നത് അജ്വഫ് ആയിട്ടുള്ള ഫിഅൽ. അജ്വഫ് എന്ന് പറയുമ്പം അതിൻ്റെ മിഡിലാണ്, മധ്യസ്ഥലത്താണ് ഇവിടെ എന്തായി വരുന്നത്, ഹർഫിലല്ല. മുഅത്തലുൽ ഐൻ എന്ന് പറയും. ആദ്യത്തെ ഖാല മുദാരി യഖൂലു എന്നാണ്, വാവ് വെച്ച് അവസാനിക്കുന്നത്. വാവ് വെച്ച് അതിൻ്റെ മിഡിൽ വരുന്നത്, അവസാനമല്ല. ഖാല യഖൂലു. അപ്പോൾ മൻസൂബാകുമ്പോൾ ലൻ യഖൂല, മജ്സൂമാകുമ്പോൾ ലം യഖുൽ, ഇവിടെ വാവിനെ ഹദ്ഫ് ചെയ്യും. പിന്നെ ഖുൽ എന്നുള്ളതും അതിൻ്റെ അമ്രാണ്. ബാഅ യബീഉ, ഇനി ഇവിടെ യാ വെച്ച് വരുമ്പോൾ കസ്റ യാ വരുമ്പോൾ ലൻ യബിഅ, ലം യബിഅ, ബിഅ എന്നായി അമ്രായി മാറും. നാമ യനാമു, ഇനി അലിഫ് ഫത്ഹയും അലിഫായിട്ടാണ് മുദാരി വരുന്നത്. നാമ യനാമു, ലൻ യനാമ, ലം യനം, വനം. നം എന്നുള്ളതാണ് ഇതിൻ്റെ അമ്രം. ഇനി മുഅത്തലുൽ ലാം അല്ലെങ്കിൽ അഥവാ നാഖിസ് അഥവാ അവസാനത്തെ ഹർഫാണ് ഇതിൻ്റെ ഹർഫുൽ ഇല്ലയായിട്ട് വരുന്നത്. അപ്പോൾ മഷ, യംഷി. പിന്നെ ഇവിടെ വരുന്നത് ലൻ യംഷിയ, ഇവിടെ അവസാനത്തെ യാന് ഫത്ഹ വരും, ലൻ യംഷിയ. പിന്നെ ഇവിടെ ലം യംഷി, ഇവിടുത്തെ യാനെ ഹദ്ഫ് ചെയ്യും, അതിനെ കളയും. ഇംഷി, ഇവിടെയും അതേപോലെ തന്നെ യാ അതിനെ കളഞ്ഞിട്ടാണ് വരുന്നത്.
മഷ യംഷി, ലം യംഷിയ, ലം യംഷി ഇംഷി. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പാഠത്തിൽ മുമ്പ് വന്ന പാഠങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ വേറെ ഫേല് നസിയ യൻസ, ഇവിടെ അലിഫ് വെച്ചാണ് അവസാനിക്കുന്നത്. ലൻ യൻസ, ലം യൻസ, പിന്നെ ഇൻസ. അടുത്തത് നഹ യൻഹ, ലൻ യൻഹ, ലം യൻഹ, ഇൻഹ. ഇവിടെയും അലിഫ്, ഈ അലിഫിനെ കളയുന്നതാണ്. ദഅ യദ്ഉ, ലൻ യദ്ഉവ, ഇവിടെ ലൻ യദ്ഉവ വാവിനെ ഇവിടെ ഫത്ഹ വരും, പക്ഷേ ഇവിടെ മജ്സൂമാകുമ്പോൾ ലം യദ്ഉ ആ വാവിനെ കളയും. അതേപോലെ തന്നെ ഉദ്ഉലും കളയും. പിന്നെ ലഫീഫുൽ മഖ്റൂനും ലഫീഫുൽ മഫ്റൂഖ്. ലഫീഫ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ ഒരു ഫിഅലിൽ രണ്ട് ഹർഫുൽ ഇല്ല ഉണ്ടാവും. അത് ഒരുമിച്ച് വരികയാണെങ്കിലാണ് മഖ്റൂൻ എന്ന് പറയും. മഖ്റൂൻ ഖറാന എന്ന് പറയുമ്പോൾ ഒരുമിച്ച് വരുന്നതിനാണ് അറബിക്കിൽ മഖ്റൂൻ എന്ന് പറയുന്നത്. അപ്പോൾ ഖവ, ഇവിടെ വാവും അലിഫും രണ്ടും ഹർഫുൽ ഇല്ലയാണ് ഒരുമിച്ച് വന്നു. ഖവ പറഞ്ഞാൽ ഇസ്ത്രി ഇടുക. അപ്പോൾ അതിൻ്റെ മുദാരി യക്വി, മുദാരി മൻസൂബാണ് ലൻ യക്വിയ, ഫിഅൽ മുദാരി മജ്സൂമാണ് ലം യക്വി, അതിനെ കളഞ്ഞിട്ട് പിന്നെ ഇക്വി എന്നുള്ളതാണ് അതിൻ്റെ അമർ. ഇനി ലഫീഫ് മഫ്റൂഖ് എന്ന് പറയുമ്പോൾ രണ്ട് ഹർഫുൽ ഇല്ല ഉണ്ട്, പക്ഷെ രണ്ടും വേർതിരിച്ച് ആദ്യം ഒരു ഹർഫുൽ ഇല്ല വരും, പിന്നെ അതിൻ്റെ ഇടയിൽ നോർമലായിട്ടുള്ളൊരു ലെറ്റർ വരും, പിന്നെ ഹർഫുൽ ഇല്ല. അപ്പോൾ രണ്ട് ഹർഫിൻ്റെ ഇടയിൽ സാലിമായിട്ടുള്ളൊരു ഹർഫുണ്ട്. വഖ പറഞ്ഞാൽ സംരക്ഷിക്കുക. വഖ യഖി, ലൻ യഖിയ, ഇവിടെ യാൻ്റെ മുകളിൽ ഫത്ഹ വരും. ലം യഖി, ഇവിടെ യാനെ കളയും, പിന്നെ ഖി എന്നാവും അതിൻ്റെ അമർ.